റാം തൃശ്ശൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ ഭാഗത്ത് 6 ഏക്കർ ജാതി പറമ്പ്, ഏകദേശം 130 കട ജാതി, അതുപോലെ 100 തെങ്ങ്, അതുപോലെ തന്നെ തേക്ക് ഒരു 10-30 എണ്ണം, മഹാഗണി ഉണ്ട് ഒരു 10-20 എണ്ണം, അതുപോലെ നേരത്തെ കാണിച്ച പോലത്തെ അയിനിപ്ലാവ് ഉണ്ട് ഒരു 10-20 എണ്ണം. ഒരു 400ഓളം റബ്ബറും ഉണ്ട്. നല്ല വരുമാനം കിട്ടുന്ന പറമ്പാണ്. നല്ലോണം ജാതിക്കയും നാളികേരവും എല്ലാം കൊണ്ടും ജാതിക്കയുടെ കുരു കണ്ടില്ലേ, ഇഷ്ടം പോലെ ജാതിക്ക. ഏകദേശം 3.5 ലക്ഷം രൂപയോളം കിട്ടും ജാതിക്കന്ന് മാത്രം ഒരു വർഷത്തിൽ. നല്ലൊരു ഓപ്പൺ കുളമുണ്ട്, കിണറും ഉണ്ട്. ഒരു ഓപ്പൺ കിണറുണ്ട്, വലിയൊരു കുളമുണ്ട്. ജാതിക്ക് ഒരു തെങ്ങ് ഉയരത്തില്ല, ഇഷ്ടം പോലെ കായാണ്. സൂപ്പർ പറമ്പ്. ഏകദേശം 20 അടി വീതിയുള്ള വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത്. ചുറ്റും കമ്പിവേലി കെട്ടി ഗേറ്റ് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഓട് വീടുണ്ട്, അതുപോലെ ഒരു മീൻ കുളമുണ്ട്, 2 പശുവിൻ്റെ തൊഴുത്തുണ്ട്, ഒരാട്ടിൻകൂടുണ്ട്. തേക്കും മഹാഗണിയൊക്കെ ഒരുപാടുണ്ട്. നല്ല വണ്ണമുള്ള തേക്കും മഹാഗണിക്ക് നാളേരെ ഇഷ്ടം പോലെയാ. 100 തെങ്ങും നല്ലോണം കായ്ക്കുന്ന തെങ്ങാണ്. നനയ്ക്കാനൊക്കെ ഇതേപോലെ പൈപ്പ് സെറ്റ് ചെയ്തിട്ടേക്കുക ജാതിയുടെ കടക്കിലേക്ക്. വെള്ളം ഇഷ്ടം പോലെ വെള്ളം. അയിനിപ്ലാവാണ്, ഇതേപോലത്തെ അയിനിപ്ലാവ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിലും മണ്ണുള്ളതൊക്കെ ഉണ്ട്. ഒരു സെൻറ്റിന് 65 രൂപ വെച്ചാണ് ചോദ്യമായിരുന്നത്. 60 രൂപയ്ക്ക് നടക്കുന്ന പറഞ്ഞാണ്. ഒരു സെൻറ്റിന് 60 രൂപ വെച്ചിട്ട് 6 ഏക്കർ സ്ഥലം. ഒക്കെ തേക്കാണ്. ദേ അവിടെ ഒരു തേക്ക് നിൽക്കണു. അയിനിപ്ലാവ് കണ്ടില്ലേ, സൈസ് മരമാണ്. ഇഷ്ടം പോലെ വെച്ച് പിടിപ്പിച്ചിരിക്കുക അതിർത്തിയിലൊക്കെ. ഫാം നടത്താൻ പറ്റിയ സ്ഥലമാണ്. ഒരു കോഴി ഫാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, കാലുകളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഷീറ്റ് മേഞ്ഞിട്ടില്ല. അത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4000 കോഴിനെ ഈസി ആയിട്ട് വളർത്താം ആ ഷെഡിൽ മാത്രം കേട്ടാ. ഏത് വാഹനവും പറമ്പിലേക്ക് കയറി വരും. എത്ര വലിയ വാഹനവും കയറി വരും. കൊല്ലത്തിൽ നല്ല വരുമാനം കിട്ടുന്ന പറമ്പാണ്. ജാതി, തെങ്ങ്, കവുങ്ങ്, അതുപോലെ റബ്ബറും ഉണ്ട്. ഒരു 50 കൊടി കുരുമുളകും ഉണ്ട് കേട്ടോ. ഇതേപോലെ 50 കട കുരുമുളകുണ്ട്. ഇഷ്ടം പോലെ കുരുമുളക. കരിമുണ്ടയാണ്, കരിമുണ്ട.
ഒരു മീൻ കുളം ഉണ്ട് കേട്ടോ. അതിൽ മീൻ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പടുതാക്കുളമാണത്. ഈ ഭാഗത്തായിട്ട് ഒരു പത്തായ വരെയുണ്ട്. അതിലിപ്പോൾ താമസമില്ല. അവരതിൽ സാധനങ്ങളൊക്കെ എടുത്ത് വച്ചിരിക്കുക. ജാതി അടക്കയും ഇതൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റിയ വീടാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.